മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനം നടത്തുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ എന്നിവർ ഊട്ടുപുരയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ അവിടെ പാചകം ചെയ്യുന്നവരുമൊക്കെയായി സമ്മതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി എപ്പോഴാണ് എത്തിയിരിക്കുന്നത്? ഊട്ടുപുരയിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഊട്ടുപുരയായ പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തിയത്. ഒപ്പം രണ്ട് മന്ത്രിമാരും വി ശിവൻകുട്ടിയും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിയായ GR അനിലും ഒപ്പമുണ്ട്. ഒപ്പം ജില്ലയിൽ നിന്നുള്ള MLA മാരും ജില്ലയ്ക്ക് പുറത്തുള്ള MLA മാരുമുണ്ട്. മുഖ്യമന്ത്രി എത്തിയതിന് ശേഷം ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് സംസാരിച്ച് മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു പകുതി ഭാഗം വരെ മുഖ്യമന്ത്രി എത്തി. ഓരോരുത്തരോടും ചെറിയ രീതിയിൽ കൈവീശി കുശലം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിരവധി വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. ഒപ്പം മറ്റു വോളണ്ടിയർമാരുണ്ട്, അധ്യാപകരുണ്ട്. അവർക്കെല്ലാം കൈവീശി പുഞ്ചിരി തൂകി മുഖ്യമന്ത്രി കടന്നു പോവുകയാണ്. അറിയാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾക്കും ഒപ്പം അധ്യാപകർക്കും സംഘാടകർക്കും ഒക്കെ ഒപ്പം മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൂടിയാണ് ഉള്ളത്. നിലവിൽ അതിന് സാധ്യത കുറവാണെന്ന് അദ്ദേഹം ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ ചില ആരോഗ്യ കാരണങ്ങളാൽ അദ്ദേഹം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കഴിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇതിനു മുമ്പ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷെ അത് ചില ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരമാണ്. അതിൽ മാറ്റം വരാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും മുഖ്യമന്ത്രി ഈ ഊട്ടുപുരയുടെ ഏതാണ്ട് പകുതി ഭാഗത്ത് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന ആളുകൾ ഇനിയൊരു 4-5 റോയിൽ കൂടിയാണ് ഭക്ഷണം കഴിക്കാൻ ആളുകളുള്ളത്. ആ പകുതി ഭാഗത്ത് മുഖ്യമന്ത്രി എത്തി ആളുകളോട് സംസാരിച്ച് കൈവീശി പുഞ്ചിരിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പാർട്ടി പ്രവർത്തകർ മുഖ്യമന്ത്രി എത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ പാർട്ടി പ്രവർത്തകരും എത്തുന്നു. എനിക്ക് തോന്നുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇങ്ങനെ മുഖ്യമന്ത്രി ഭക്ഷണശാലയിൽ എത്തിയത് ഈ അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഒരു ഓർമ്മ. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം എത്തിയത്. ഇപ്പോൾ ഏതാണ്ട് ഊട്ടുപുരയുടെ അവസാന ഭാഗത്ത് ആളുകൾ ഇരിക്കുന്ന അവസാന ഭാഗത്ത് മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. ഇനിയാണ് ബാക്കിയുള്ള സ്ഥലത്ത് ഇലയിട്ട് ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. പക്ഷെ അവിടെ ആളുകൾ ഇരിക്കുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് ആളുകൾ ഇരുന്ന് കഴിഞ്ഞ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി എത്തി. ഇനി മുഖ്യമന്ത്രി നടക്കുന്ന സ്ഥലത്ത് ആളുകൾ ഇരിക്കുന്നില്ല. വാഹനം ഇവിടെ റെഡിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നേരെ മുഖ്യമന്ത്രി വന്ന് കാറിൽ കയറി പോവുകയായിരിക്കും ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഇതാ റെഡി ആയിട്ടിരിക്കുന്നു. ഏതാണ്ട് മത്സരങ്ങളൊന്നും വീക്ഷിക്കാൻ മുഖ്യമന്ത്രി നിൽക്കുന്നില്ല അല്ലേ? പുത്തരിക്കണ്ടം മൈതാനത്ത് മത്സരങ്ങളൊന്നുമില്ല വിനീത. ഇവിടെ ഊട്ടുപുര മാത്രമാണ്, ഭക്ഷണം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഒരു പായസം മുഖ്യമന്ത്രിക്ക് ഇവിടുത്തെ സംഘാടകർ കൊടുത്തു. അദ്ദേഹം അത് കുടിക്കുകയാണ്. മുഖ്യമന്ത്രി അതായത് ഭക്ഷണം ഒന്നും കഴിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ഉച്ചയൂണ് കഴിച്ചില്ല. പക്ഷെ അദ്ദേഹം പായസം കുടിക്കുകയാണ് ഇവിടുന്ന്. ഒപ്പം GR അനിലുണ്ട്, ശിവൻകുട്ടി മിനിസ്റ്ററുണ്ട്, ഒപ്പം ജില്ലാ സെക്രട്ടറി കൂടിയായ V ജോയിയുണ്ട്, കടകംപള്ളി സുരേന്ദ്രനുണ്ട്, ഒപ്പം മറ്റ് കോർപ്പറേഷനിലെ മേയർ അടക്കമുള്ള മറ്റുള്ള ആളുകളുണ്ട്. അതായത് ഏതാണ്ട് ഒരു 10 മിനിറ്റോളം ഇവിടെ ചിലവഴിച്ചതിന് ശേഷം മുഖ്യമന്ത്രി തിരിച്ച് സെക്രട്ടേറിയറ്റിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്കോ അദ്ദേഹം പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ വാഹനം ഇപ്പോൾ മുഖ്യമന്ത്രി നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ വാഹനം തയ്യാറായി നിൽപ്പുണ്ട്. മുഖ്യമന്ത്രി പോവുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 10 മിനിറ്റ് മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്നത് നമുക്ക് കാണാം. കുട്ടികളോടൊക്കെ ചിരിച്ച് കുശലം പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രി നടന്നു നീങ്ങുന്നത്. അവർക്ക് വലിയ സന്തോഷവുമായിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റിയതിൽ. മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയവരെ ഉൾപ്പെടെ കണ്ട് സംസാരിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി മടങ്ങുന്നത്.